ഓക്കെ ഗൈസ്, ഭക്തി ബഹുമാനം അല്ലെങ്കിൽ ബബ്ബ പടം കണ്ട് റിവ്യൂ അല്ല. റിവ്യൂവിനാണെന്നുണ്ടെങ്കിൽ 2-3 ദിവസം മുന്നേ ഫസ്റ്റ് ഡേ ഓൾമോസ്റ്റ് ഉച്ചയ്ക്ക് തന്നെ ഞാൻ പടം പോയി കണ്ടായിരുന്നു. കാരണം ദിലീപിൻ്റെ പടമാണ്. എനിക്ക് ദിലീപിനെ പേഴ്സണൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പോയി കാണുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ കേസൊക്കെ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പടമല്ലേ. വ്യക്തിപരമായിട്ട് പറയാം, ഇത് പടത്തിനെ നെഗറ്റീവായിട്ടുള്ള പടത്തിനെ പൊക്കി അടിക്കുക പരിപാടിയൊന്നുമല്ല. നോർമലൊരു എന്ത് പറഞ്ഞാൽ ചിരിക്കാൻ പറ്റുന്ന, നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിച്ചുപൊളി പടമായിട്ട് മാത്രം നിങ്ങളിതിനെ കാണുക. ഇത് വലിയ കഥയോ ലോജിക്കോ ഉള്ള പടമല്ല. മോഹൻലാലുണ്ട്, ദിലീപുണ്ട്, കുറേ നമുക്ക് എന്താ പറയുക, നമ്മളെന്നും ഇഷ്ടപ്പെടുന്ന കുറേ കഥാപാത്രങ്ങളെ അതിനകത്തൂടെ കാണാൻ പറ്റും. കുറച്ച് ചിരിക്കാനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ചിലത് എനിക്ക് പേഴ്സണലി ഫസ്റ്റ് ഹാഫിലൊന്നും പകുതിയോളം എനിക്ക് പേഴ്സണലി വർക്കായി. പക്ഷേ എൻ്റെ കൂടെ വന്ന എൻ്റെ കൂട്ടുകാരൻ എന്ത് ചിരിക്കുന്നുണ്ടായിരുന്നു. അവനൊരു എബോ ആവറേജ് നല്ല പടമാണ്. എനിക്കൊരു ആവറേജ് എബോ ആവറേജ് 10-ഒരു 7 സ്റ്റാർ 8 സ്റ്റാറൊക്കെ കൊടുക്കത്തക്ക 7 സ്റ്റാറൊക്കെ കൊടുക്കാം. ഞാനാണെന്നുകൊണ്ട് 7 സ്റ്റാർ കൊടുക്കും. ആ റേഞ്ചിലുള്ളൊരു പടം. പിന്നെ ദിലീപിനെ പറ്റിയുള്ള വിവാദങ്ങളൊക്കെ പറയുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് ഇത്രയുള്ളൂ ഇങ്ങോട്ടൊക്കെ പറയാൻ. നമുക്ക് ആർക്കും സത്യം അറിയാതെ ഒരാളുടെ പടം ഇറങ്ങുമ്പം അയാളെപ്പറ്റി കുറ്റം പറയാനോ, പടം നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയുക, മോശമാണെന്നുണ്ടെങ്കിൽ മോശമാണെന്ന് പറയുക, ഇതൊന്നും നമ്മളെന്ത് പറയുക, ഒരാളുടെ പേഴ്സണൽ ലൈഫിനെ നമ്മൾ സിനിമയായിട്ട് കണക്ട് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് വ്യക്തിയായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് ആ വ്യക്തിയെ നിങ്ങൾ ലൈഫിൽ എന്ത് പറയുന്നത്, ഇപ്പം ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ എനിക്കൊന്നും ചെയ്തു തരാനില്ല, ഞാൻ പുള്ളിക്കൊന്നും ചെയ്തു കൊടുക്കാനില്ല. പുള്ളിക്കാരൻ നല്ല പടങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന പടങ്ങളാണെങ്കിൽ പോയി കാണുക. അങ്ങനെ എടുക്കുന്ന എഫേർട്ടിന് അങ്ങേർക്ക് സാലറി എന്നിട്ട് ശമ്പളം കിട്ടും. നമ്മൾ പൈസ കൊടുത്ത് കാണുമ്പോൾ നമുക്ക് എൻ്റർടൈൻമെൻറ്റും കിട്ടും. അല്ലാതെ ഒരാളുടെ പേഴ്സണാലിറ്റി നോക്കിയൊക്കെ പടം കാണുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്തൊന്നും ആരുടെയും പടം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്ത്. ഒരിക്കലും ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല, റിവ്യൂ ചെയ്യുന്നവരുണ്ട്. ഞാൻ റിവ്യൂ ആണെന്ന് പറയുന്നത് അശ്വന്ത് കോക്കിൻ്റെയും ഷസാമിൻ്റെയൊക്കെയാണ് കേട്ടോ. കാരണം പടം കാണാൻ പറ്റിയില്ലെങ്കിലേ റിവ്യൂ കാണാറുള്ളൂ. അല്ലാതെ പറ്റുവാണ് എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പോയി കാണും, ഇല്ലെങ്കിൽ ഞാൻ കാണത്തില്ല. അങ്ങനെ ഒരു മൈൻഡാണ് എൻ്റെ. ഇപ്പോൾ ഒന്ന് അടിച്ച് വിളിച്ച് കാണാനുള്ള പടം ഉണ്ട്. 100 രൂപ അല്ലെന്നുണ്ടെങ്കിൽ 150 രൂപ കൊടുക്കുകയാണെങ്കിൽ വലിയ നഷ്ടമായിട്ടൊന്നും എനിക്ക് സ്ഥിരമായിട്ട് തോന്നുന്നില്ല. ബാക്കി ഇനി നിങ്ങളുടെ ഇഷ്ടം.